പോക്സോ കേസ് പ്രതിയും വ്ളോഗറുമായ മുകേഷ് എം നായർ പുതിയ തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? തിരുവനന്തപുരം ഫോർട്ട് സർക്കാർ ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തിൽ അയാളെ മുഖ്യാതിഥിയാക്കിയതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? സംഭവത്തിൽ മാപ്പ് ചോദിച്ച് സഹസംഘാടകരായ JCI സ്കൂളിന് കത്ത് നൽകിയതോടെ വിവാദം അങ്ങനെ അവസാനിപ്പിക്കുന്നു. എന്തായാലും സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. അതിനിടെ തനിക്കെതിരെയുള്ള പോക്സോ കേസ് ഗൂഢാലോചനയെന്ന് ആരോപിച്ച് വ്ളോഗർ മുകേഷ് എം നായർ രംഗത്തെത്തി. ഫോർട്ട് സർക്കാർ ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുകേഷ് എം നായരെ പങ്കെടുപ്പിച്ചത് വലിയ വിവാദത്തിന് വഴിതെളിച്ചിരുന്നു. സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രതികരണം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് ഇത്. ഇങ്ങനെ ഒരാൾ വരുന്നത് ഹെഡ്മാസ്റ്റർ അറിഞ്ഞില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണം ഇന്നലെയും ഒക്കെ അന്വേഷണം ഗൗരവമായി തന്നെ നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കും. സ്കൂൾ HMൻ്റെ പ്രഥമാധ്യാപകൻ്റെയൊക്കെ അഭിപ്രായം, അവിടെ ഒരു സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്ക് പാഠപുസ്തകവും നോട്ട് പുസ്തകവും അതുപോലുള്ള പഠനോപകരണങ്ങൾ കൊടുക്കുന്നത്. അവരാണ് ഈ വിവാദമായിട്ടുള്ള വ്യക്തിയെ പങ്കെടുപ്പിച്ചത്. എന്തായാലും പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല. സ്കൂളിന് വീഴ്ച പറ്റിയെന്നാണ് ഉപവിദ്യാഭ്യാസ ജില്ലാ ഡയറക്ടറുടെ റിപ്പോർട്ട്. മുകേഷ് എം നായർ സ്കൂളിലെത്തിയത് ഗുരുതര വീഴ്ചയാണെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഹെഡ്മാസ്റ്റർക്ക് ഒഴിയാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം മുകേഷ് എം നായരെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ മാപ്പ് ചോദിച്ച് സഹസംഘാടകരായ JCA സ്കൂൾ അധികൃതർക്ക് കത്തു നൽകി. പശ്ചാത്തലം അറിയാതെയാണ് വ്ളോഗറെ പങ്കെടുപ്പിച്ചത്. അത് തെറ്റായിപ്പോയി. സ്കൂളിനും പ്രധാന അധ്യാപകനുമുണ്ടായ വിഷമത്തിൽ മാപ്പ് ചോദിക്കുന്നെന്നും JCA കത്തിൽ പറയുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ഉൾപ്പെടെ നൽകുന്ന സന്നദ്ധ സംഘടനയായ JCA മുൻകൂട്ടി അറിയിക്കാതെ മുകേഷിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നതെന്ന് പ്രഥമാധ്യാപകൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് വിശദീകരണം നൽകി. അതേസമയം തനിക്കെതിരെയുള്ള പോക്സോ കേസ് ഗൂഢാലോചനയാണെന്നാണ് മുകേഷ് എം നായരുടെ പ്രതികരണം. പല ഇൻഫ്ലുവൻസർമാർക്കും തന്നോട് ദേഷ്യമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഗൂഢാലോചനയെന്നാണ് മുകേഷിന്റെ വാദം. വ്യാജ പരാതിയാണ്, വ്യാജ കേസാണ്. ഇതിന്റെ പിന്നിൽ വേറെ ഒരുപാട് മോട്ടീവ്സ് ഉണ്ട്. നമ്മളെ ഇൻവൈറ്റ് ചെയ്യാതെ തലേദിവസം പോസ്റ്റർ അവർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. JCI ഒഫീഷ്യലി പോസ്റ്റർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഒരു പ്രശ്നം പെട്ടപ്പം ഞാനും ആ പ്രിൻസിപ്പളോടൊപ്പം, കാരണം പ്രിൻസിപ്പൾ ഇതിൻ്റെ അകത്തൊരു ഇരയാണ്, പുള്ളിയും ഇത്തരത്തിലൊരു പ്രശ്നവിവാദമാകുമെന്ന് അറിയുന്നില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഇത്തരത്തിലൊരു സ്കൂൾ ഫംഗ്ഷന് വിളിച്ചിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി എന്നെ ടാർഗറ്റ് ചെയ്യാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊരു ആയിക്കൂടാന്നില്ല. കാരണം ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, സീരിയസ് ആയിട്ട്. കാരണം ഞാൻ ഈ കേസ് കഴിഞ്ഞു ബെയിൽ കിട്ടി നാട്ടിൽ വരുന്നു. പഴയതിൽ നിന്നും ഇരട്ടി ഇനോഗ്രേഷൻസും പ്രൊമോഷൻസുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എത്ര ചെയ്തിരുന്നോ അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെമന്റോ സമ്മാനിച്ചത് മുകേഷ് ആയിരുന്നു. പ്രസംഗിക്കുകയും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത ശേഷമാണ് മുകേഷ് മടങ്ങിയത്. സംഭവത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടപടിയുണ്ടായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.